ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നേർന്നുകൊള്ളുന്നു. വരുന്ന ഞായറാഴ്ച സഭയായി ചിന്തിക്കുന്ന വിഷയം സമാധാനത്തിൻ്റെ ദൈവം, ദ ഗോഡ് ഓഫ് പീസ് എന്നുള്ളതാണ്. അതിന് ആസ്പദമായി ചിന്തിക്കുന്നതായ സുവിശേഷത്തിൽ നിന്നുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചുകൊള്ളുന്നു. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് അനുഗ്രഹീതർ എന്നുള്ള പദവിയെയാണ്. ഭാഗ്യം പലപ്പോഴും ആപേക്ഷികമാണ്. ഒരാളുടെ ഭാഗ്യം അവരുടെ നിർഭാഗ്യമാകാം. ആപേക്ഷികങ്ങളായ ഭാഗ്യ ദൗർഭാഗ്യങ്ങളായിട്ടല്ല, ആത്യന്തികങ്ങളായ അനുഗ്രഹ സൂക്തങ്ങളായിട്ടാണ് യേശു ദൈവാനുഗ്രഹങ്ങളെ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങൾക്കും അർഹരായവരെ അനുഗ്രഹിച്ച് പറയുന്ന അനുഗ്രഹ വചനങ്ങളാണ് അനുഗ്രഹ സൂക്തങ്ങൾ. ഈ സാഹിത്യ രൂപത്തെ ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല വിധമായ അനുഗ്രഹ സൂക്തങ്ങൾ കാണാം. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിക്കോ കൂട്ടത്തിനോ സമൃദ്ധിയോ സുരക്ഷിതത്വമോ വിജയമോ സന്താനഭാഗ്യമോ ഉണ്ടായാൽ അതിനെ ദൈവാനുഗ്രഹമായി കാണുകയും ആ വ്യക്തിയെ അല്ലെങ്കിൽ കൂട്ടത്തെ അനുഗ്രഹിതൻ, അനുഗ്രഹിത, അനുഗ്രഹിതർ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. പർവ്വത പ്രസംഗത്തിലെ 9 അനുഗ്രഹ സൂക്തങ്ങളുടെ പ്രത്യേകത ഇവ ദൈവരാജ്യ മൂല്യങ്ങളുടെ ദർശനങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഈ അനുഗ്രഹ സൂക്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 4 അനുഗ്രഹ സൂക്തങ്ങൾ, അതായത് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സാന്ത്വന സൂക്തങ്ങളായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. കംഫോർട്ടിംഗ് ബിയാറ്റിറ്റ്യൂഡ്സ്. മർദ്ദിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള അനുഗ്രഹ സൂക്തങ്ങൾ. ദാരിദ്ര്യം, വേദന, കണ്ണുനീർ, പീഡനം, അപമാനം തുടങ്ങിയവയെല്ലാം ക്രിസ്തു വിശ്വാസികളുടെ വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിൽ അവയെല്ലാം അനുഗ്രഹങ്ങളായി രൂപപ്പെടും എന്ന് വാഗ്ദാനം നൽകപ്പെടുകയാണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന സൗഭാഗ്യ സൂക്തങ്ങൾ സ്വർഗരാജ്യ ദൗത്യം നിറവേറ്റി ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള അനുമോദന സന്ദേശങ്ങളാണ്. കൺഗ്രാജുലേറ്ററി ബിയാറ്റിറ്റ്യൂഡ്സ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ആസന്നമായ ദൈവരാജ്യത്തിൽ പങ്കാളികളാകുവാൻ ക്രിസ്തു എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഓരോ അനുഗ്രഹ സൂക്തങ്ങൾക്കും 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1, അനുഗ്രഹത്തിൻ്റെ പ്രഖ്യാപനം, ഭാഗ്യവാന്മാർ. 2, ആർക്കാണ് അനുഗ്രഹം സുലഭ്യമാകുന്നത് എന്നും പറയുന്നു. 3-ാമതായി എന്തിലാണ് അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നും പറയുന്നു. അനുഗ്രഹങ്ങളുടെ എല്ലാം കാരണം ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദ ഡിവൈൻ ഇൻ്റർവെൻഷൻ.
അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ മനുഷ്യർ ക്രിയാത്മകമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ജീവിക്കണം. അപ്പോൾ അനുഗ്രഹ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമായി തീരും. അനുഗ്രഹിതർ ഗ്രീക്കിൽ മക്കാറിയോയ് എന്നുള്ള നാമവിശേഷം നൽകപ്പെടുന്നു. ഗ്രീക്ക് സംസ്കാരത്തിലും ഗ്രീക്ക് സാഹിത്യത്തിലും അധ്വാനം, വേദന, മരണം ഉൾപ്പെടെ എല്ലാ പരിമിതികളിൽ നിന്നും സ്വതന്ത്രരായ ദൈവങ്ങളുടെ പരമാനന്ദപൂർണമായ അവസ്ഥയെയാണ് അനുഗ്രഹീതർ എന്ന് പറയുമ്പോൾ വർണ്ണിക്കുന്നത്. അനുഗ്രഹ സൂക്തങ്ങൾ യേശുവിലൂടെ ദൈവം മനുഷ്യർക്ക് നൽകുന്ന സദ്വാർത്തയാണ്. 3-ാമത്തെ വാക്യത്തിൽ കാണുന്ന ദാരിദ്ര്യത്തിൻ്റെ അഘാതത്തിൽ സ്വത്വം തകർന്നവർക്ക് ദൈവം നിങ്ങളുടെ പക്ഷത്താണ്, ദൈവരാജ്യം നിങ്ങളുടേതാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ് എന്നുള്ളതായ ഉറപ്പ് അനുഗ്രഹ സൂക്തത്തിൽ നൽകുന്നു. 4-ാമത്തെയും 5-ാമത്തെയും വാക്യത്തിൽ കാണുന്ന വേദനയിലും രോദനത്തിലും യേശുവിനെ അനുകരിക്കുന്നവർക്ക് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും, ദൈവം നിങ്ങളുടെ വിലാപം സന്തോഷമാക്കി തീർക്കും എന്നുള്ളതായ ഉറപ്പ് അനുഗ്രഹ സൂക്തം പകരുകയാണ്. 6-ാമത്തെ വാക്യത്തിൽ കാണുന്ന അനീതി കൊണ്ട് ഞെരുക്കപ്പെടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ദൈവനീതിക്കായി കാത്തിരിക്കുന്നവർക്ക് ദൈവം നിങ്ങളെ സംതൃപ്തരാക്കും, ജീവൻ്റെ നിറവ് നിങ്ങൾ അനുഭവപ്പെടും എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന സഹോദരങ്ങളോടും അഗതികളോടും നിരുപാധികം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളതായ ഉറപ്പ് നൽകുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവഹിതം ജീവിത പ്രമാണങ്ങളാക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നിങ്ങൾക്ക് ദൃശ്യമാകും, ദൈവത്തെ നിങ്ങൾ മുഖാമുഖമായി കാണും എന്നുള്ളതായ ഉറപ്പ് നൽകുകയാണ്. 9-ാം വാക്യത്തിൽ യേശുവിനോട് കൂടെ ദൈവത്തിൻ്റെ സമാധാന ദൗത്യത്തിൽ പങ്കാളികളാകുന്നവർ ദൈവം നിങ്ങളെ സ്വന്തം മക്കളാക്കി തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കും എന്നുള്ളതായ ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ അനുഗ്രഹ സൂക്തങ്ങളിൽ എല്ലാവർക്കും നല്ല ഉറപ്പാണ് നൽകുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിന് ആസ്പദമാക്കി 9-ാമത്തെ വാക്യമാണ് നാം ചിന്തിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ്. സംഘർഷഭരിതമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വളരെയധികം കലഹങ്ങൾ ഉള്ളതായ ചുറ്റുപാടുകളിൽ സമാധാന ജീവികളായി, അല്ലെങ്കിൽ സമാധാന കാംക്ഷികളായി, സമാധാന പ്രേമികളായി മാത്രമല്ല, സമാധാനം ഉണ്ടാക്കുന്നവരായി, സമാധാന സ്ഥാപകരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി നാം ചിന്തിക്കുന്നത് സമാധാന സ്ഥാപനം ദൈവത്തിൻ്റെ അനുഗ്രഹ വിളിയാണ്. പീസ് മേക്കിംഗ് ഈസ് ദ ബ്ലെസ്സഡ് കോളിംഗ് ഓഫ് ഗോഡ്. പീസ് മേക്കിംഗ് ഈസ് ദ ബ്ലെസ്സഡ് കോളിംഗ് ഓഫ് ഗോഡ്. അനുഗ്രഹ സൂക്തങ്ങളിൽ 7-ാമത്തെ അനുഗ്രഹ സൂക്തം ശ്രദ്ധിച്ചാൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാന സൃഷ്ടാക്കൾ, സമാധാന സ്ഥാപകർ എന്ന നാമവിശേഷണം തിരുവചനത്തിൽ മറ്റൊരിടത്തും ഉപയോഗിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ ദൈവമാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്. ഷാലോം എന്ന ഹീബ്രു പദം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. സമാധാനം, സമൃദ്ധി, സൗഖ്യം, സന്തോഷം എന്നീ വിവിധ മേഖലകളിലുള്ള പൂർണ്ണതയാണ് ഷാലോം എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. ദൈവമാണ് ഈ പൂർണ്ണതയെല്ലാം മനുഷ്യന് സമ്മാനിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ
വരുവാനിരിക്കുന്ന മിശിഹായെ സമാധാന പ്രഭു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തർക്കത്തിലിരിക്കുന്ന രണ്ട് ചേരികളെയോ വ്യക്തികളെയോ അനുരഞ്ജിപ്പിച്ച് സമാധാനം സൃഷ്ടിക്കുന്നവരെയാണ് സമാധാന പാലകർ എന്ന് ഗ്രീക്ക് കൃതികളിലും യഹൂദ റബിമാരുടെ പ്രബോധനങ്ങളിലും വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സൈന്യബലം കൊണ്ട് സമാധാനം സൃഷ്ടിക്കുന്ന ഗ്രീക്ക് റോമൻ അധികാരികളെയും സമാധാന പാലകർ എന്ന് വിളിക്കപ്പെടാറുണ്ട്. യഹൂദന്മാരുടെ ചിന്തയിൽ യഹൂദരുടെ മേൽ അധിനിവേശം നടത്തിയ റോമാ ശക്തിക്കെതിരെ ആയുധം എടുക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. അവൻ തന്നെയാണ് യഥാർത്ഥ ദൈവവിശ്വാസിയും. അങ്ങനെയാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള തീക്ഷ്ണവാദികൾ, അതായത് സെലറ്റ്സ്, വിശ്വസിച്ചിരുന്നത്. ഈ വിശ്വാസമാണ് റോമിനെതിരെ AD 66 കലാപമുയർത്തുവാൻ തീക്ഷ്ണവാദികളെ പ്രേരിപ്പിച്ചത്. റോമാക്കാർ അവരെ വളരെ ശക്തമായിട്ട് അടിച്ചമർത്തുകയും അനേകരെ കൊല്ലുകയും യെരുശലേം ദേവാലയവും നഗരവും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അനേകർ ഉണങ്ങാത്ത മുറിവുകളോടെ ജീവിതം തള്ളി നീക്കി. ഈ പശ്ചാത്തലത്തിൽ കലാപമുണ്ടാക്കുന്നവരല്ല, സമാധാനം സൃഷ്ടിക്കുന്നവരാണ് ദൈവപുത്രന്മാർ എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ദൗത്യത്തെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള സമാധാനം ഉണ്ടാക്കുന്ന ശുശ്രൂഷയായി വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട്. റോമർ 5:1, കൊളോസ്യർ 1:14 മുതൽ 20 വരെ, എഫേസ്യർ 2:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് യേശുവിൻ്റെ മരണം യഹൂദരും വിജാതീയരും തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കി സമാധാനം സാധ്യമാക്കിയതെന്ന് വിശദീകരിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് പരസ്പര സമാധാനപൂർണമായി ജീവിക്കുക എന്നുള്ളത്. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വിശ്വാസികളെ സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. റോമർ 12:18 കഴിവുള്ളിടത്തോളം എല്ലാവരും സമാധാനത്തിൽ ഇരിപ്പിൻ എന്ന് പൗലോസ് പ്രബോധിപ്പിക്കുന്നുണ്ട്. 7ാമത്തെ അനുഗ്രഹ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരെ നമുക്ക് ഇപ്രകാരം നിർവചിക്കാം: മനുഷ്യർ തമ്മിൽ ശത്രുത ഇല്ലാതെയാക്കി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കുവാൻ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് സമാധാന സ്ഥാപകർ. ദൈവം തരുന്ന യഥാർത്ഥ സമാധാനം, ശാലോം, അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യുന്നവരാണ് സമാധാന സ്ഥാപകർ. സമാധാനപ്രഭുവായ യേശുവിനെ അനുകരിക്കുന്നവരാണ് സമാധാന സ്ഥാപകർ, പീസ് മേക്കേഴ്സ്. ഈ ദൈവികമായ ദൗത്യത്തിൽ ഏർപ്പെടുന്നവരാണ് ദൈവിക പുത്രർ എന്ന് വിളിക്കപ്പെടുവാൻ പോകുന്ന അനുഗ്രഹീതർ. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് സമാധാന സ്ഥാപനം ദൈവമക്കളുടെ അടയാളമാണ്. സമാധാന സ്ഥാപനം ദൈവമക്കളുടെ അടയാളമാണ്. പീസ് മേക്കിംഗ് ഈസ് ദ മാർക്ക് ഓഫ് ഗോഡ്സ് ചിൽഡ്രൻ. ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും എന്നുള്ളതായ ഉറപ്പ് കർത്താവ് നൽകുകയാണ്. പഴയ നിയമത്തിൽ ദൈവപുത്രന്മാർ എന്ന പദവി ഇസ്രായേൽ ജനത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും ദൈവവുമായുള്ള ഉടമ്പടിയുടെയും അതിൽ നിന്നുയരുന്ന പ്രത്യേക ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ പദവി അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. 7ാം അനുഗ്രഹ സൂക്തമല്ലാതെ ഒരു പ്രാവശ്യം കൂടി മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവപുത്രന്മാർ എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. മത്തായി 5:45 ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള പുതിയ കൽപ്പന യേശു പറയുമ്പോൾ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്
പുത്രന്മാരായി ഇരിക്കേണ്ടതിന് തന്നെ. ഇവിടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകുക എന്നത് ഒരു ഭാവി പ്രക്രിയയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മത്തായി 5:9 വാക്യത്തിലെ സൂക്തത്തിലും സമാനമായൊരു ദർശനമാണ് നൽകുന്നത്. ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരു ഡിവൈൻ പോസിബിലിറ്റി, ഒരു ദിവ്യ സാധ്യത അവിടെ നാം കാണുകയാണ്. ദൈവം തന്നെയാണ് ഈ അനുഗ്രഹീതരായിട്ടുള്ള മനുഷ്യരെ തൻ്റെ മക്കളായി സ്വീകരിക്കുന്നതും ദൈവമക്കളായി വിളിക്കുവാൻ പോകുന്നതും. ദൈവത്തിൻ്റെ ദൗത്യത്തിലാണ് നാം പങ്കാളികളാകുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എന്ന പദവിക്ക് നാം യോഗ്യരാണ്. സമാധാനമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ, സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ ചില സമവായങ്ങൾ നമുക്ക് ആവശ്യമാണ്. ബോധപൂർവം ചില കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത നമുക്കുണ്ടാകണം. നാം കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആകേണ്ടതായിട്ടുണ്ട്. ഇൻക്ലൂസീവ് ആകുവാനായിട്ട് യോജിച്ച വിധത്തിൽ ചില കരുതലുകൾ എടുക്കുകയും ചിട്ടപ്പെടുത്തേണ്ടതുമായിട്ട് ഉണ്ട്. ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും കടൽ തീരം പോലെ മറ്റുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വിശാലത കൈവരിക്കുമ്പോഴാണ് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇപ്രകാരം ഒരു സെൻ കഥയുണ്ട്. 2 കൂട്ടുകാർ, അതിൽ ഒരാൾ ഒരു സംഗീതജ്ഞനാണ്, ഓടക്കുഴൽ വായനക്കാരനാണ്. മറ്റേയാൾ സംഗീതം ആസ്വദിക്കുന്നയാളാണ്. ഒരിക്കൽ സംഗീതജ്ഞൻ മലയെക്കുറിച്ച് സംഗീതം ആലപിച്ചു. അപ്പോൾ സംഗീതം ആസ്വദിക്കുന്ന കൂട്ടുകാരൻ പറഞ്ഞു, എനിക്കെൻ്റെ മുൻപിൽ മല നിരകൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത ദിവസം ഈ സംഗീതജ്ഞൻ അരുവിയെക്കുറിച്ച് പാടി. അപ്പോൾ ആ സംഗീതം ആസ്വദിക്കുന്ന കൂട്ടുകാരൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു അരുവിയുടെ അരികിലാണ് ഇരിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സംഗീതം ആസ്വദിക്കുന്ന സ്നേഹിതൻ രോഗബാധിതനായി ലോകത്തിൽ നിന്ന് യാത്രയായി. അതിനുശേഷം ഈ സംഗീതജ്ഞന് ഓടക്കുഴൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. സമാധാനം കൊടുക്കുവാനും സമാധാനം സ്വീകരിക്കുവാനും ഈ ഓടക്കുഴൽ വായനക്കാരനെ പോലെയും ഈ സംഗീതം ആസ്വദിക്കുന്ന സ്നേഹിതനെ പോലെയും ആയിത്തീരുവാൻ നമുക്കിടയാകണം. സമാധാനം സ്വീകരിക്കുവാനും സമാധാനം കൊടുക്കുവാനും സാധിക്കുന്നു എങ്കിൽ അതിലും വലിയ അനുഗ്രഹം മറ്റൊന്നുമില്ല. 2 ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഒന്നാമതായി, സമാധാന സ്ഥാപനം ദൈവത്തിൻ്റെ അനുഗ്രഹ വിളിയാണ്. പീസ് മേക്കിംഗ് ഈസ് ദ ബ്ലെസ്സഡ് കോളിംഗ് ഓഫ് ഗോഡ്. രണ്ടാമതായി, സമാധാന സ്ഥാപനം ദൈവമക്കളുടെ അടയാളമാണ്. പീസ് മേക്കിംഗ് ഈസ് ദ മാർക്ക് ഓഫ് ഗോഡ്സ് ചിൽഡ്രൻ. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ.